പ്രമുഖ നിയമജ്ഞനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലിയസ് നരിമാൻ അന്തരിച്ചു. 95 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഹൃദയാഘാതം മൂലം ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് വലിയൊരു നഷ്ടമാണ് ഇനി വിയോഗം മൂലം ഉണ്ടായിരിക്കുന്നത്. 1991 മുതൽ ഈ 2019 വരെ ബാർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു അദ്ദേഹം. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥ. 1972 മുതൽ 75 വരെ ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലുമായിരുന്നു. ഒരുപക്ഷേ വളരെ പരിണിതപ്രജ്ഞനായ ഒരു ഒരു അഭിഭാഷകൻ്റെ വിയോഗമാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു. രാധാകൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിശദാംശങ്ങൾ. SKN സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ചും നിയമവ്യവസ്ഥയെ സംബന്ധിച്ചും ഒക്കെ വലിയ സംഭാവനകൾ നൽകിയ ഒരു മഹാനാണ് ഫാലിയസ് നരിമാൻ. 95 ചെറുപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ 7 പതിറ്റാണ്ട് തികയുന്ന ഈ സമയത്തും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ സമീപിക്കുന്ന എല്ലാവരോടും വളരെ കൃത്യമായിട്ട് ഉള്ള തൻ്റെ വലിപ്പ ചെറുപ്പ ഭേദമല്ലാതെ എല്ലാവരോടും വളരെ കൃത്യമായിട്ട് ഇടപഴകുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഏവർക്കും കേരളത്തിലുള്ളവരെ സംബന്ധിച്ച് ഓർക്കാനായിട്ട് സാധിക്കുന്നത് ഈ ED കേസുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക് അദ്ദേഹത്തിന് ED മുന്നിൽ ഹാജരാകാതിരിക്കാനായിട്ടുള്ള നിയമമാർഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഉപദേശം തേടി അദ്ദേഹത്തിന് മുന്നിൽ എത്തിയിരുന്നതാണ്. അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കേസുകളിലും നിയമോപദേശം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, അത് രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ നിയമോപദേശം നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് 50കളിലാണ്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 10 വർഷം കൊണ്ട് മുതിർന്ന അഭിഭാഷകനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടു. 10 വർഷത്തിനുള്ളിൽ തന്നെ ഒരു മുതിർന്ന അഭിഭാഷകനായിട്ട് അക്കാലത്ത് ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് അതൊരു ചെറിയ അംഗീകാരമല്ല. അദ്ദേഹം നമ്മുടെ ഭരണഘടനാ വിദഗ്ധൻ എന്നതിലുപരി അന്താരാഷ്ട്ര സമൂഹത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയനായിട്ടുള്ള ഒരു മികച്ച ആർബിട്രേറ്റർ ആയിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിലും, ഏതാണ്ട് 95 വയസ്സാകുന്ന ഈ ഘട്ടത്തിലും വളരെ സ്തുത്യർഹമാകുന്ന രീതിയിൽ അദ്ദേഹം ആ വിധത്തിലാണ് പ്രവർത്തിച്ച് വന്നിരുന്നത്. എല്ലാ പ്രധാനപ്പെട്ട ഇതുവരെ നടന്നിട്ടുള്ള ഭരണഘടനാ ബെഞ്ചിലെ എല്ലാ പ്രധാനപ്പെട്ട കേസിലും ഫാലിയസ് നരിമാൻ, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഒക്കെ ലിഖിതമായി നമ്മുടെ മുന്നിൽ ഉള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച, ഏറ്റവും കൃത്യമായിട്ട് 7 പതിറ്റാണ്ടോളം പ്രവർത്തിച്ച ഒരു അഭിഭാഷകൻ എന്ന പദവി അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ ഏവരെയും ശ്രദ്ധേയനാക്കുന്നതാണ്. അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹൃദയാഘാതമാണ്. അദ്ദേഹത്തിന്റെ ദിനചര്യകളിൽ ഈ നിയമം കലരാത്ത ഒരു സമയവും ഉണ്ടായിരുന്നില്ല. നിയമവുമായി ബന്ധപ്പെട്ട് എല്ലാ സമയത്തും അതിനോടൊപ്പം ജീവിച്ച ഒരു അഭിഭാഷകനാണ് നഷ്ടമാകുന്നത്. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഏറെ പ്രശസ്തമാണ്. ഈ സമീപ നാളുകളിൽ വർഷങ്ങളിലേറെ ശ്രദ്ധേയമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ റോഹിങ്ടൺ നരിമാൻ സുപ്രീം കോടതിയിൽ ബാറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജഡ്ജ് ആയി എത്തിയപ്പോൾ ഹൈക്കോടതിയിൽ ഒരു കേസ് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് വന്നിരുന്നു. നമ്മുടെ മലയാളി അഭിഭാഷകനായിട്ടുള്ള മാത്യു നെടുമ്പാറയാണ് ഈ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ ഹൈക്കോടതിയിൽ ആ കേസ് വരുന്ന ഘട്ടത്തിൽ അതിനെ അദ്ദേഹം നേരിട്ടത് ആ ഒരു രീതി വളരെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. പക്ഷെ ആ കേസ് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. മകൻ സുപ്രീം കോടതി ജഡ്ജായി ഇരിക്കുമ്പോൾ പുലർത്തേണ്ട ഒരു രീതി എങ്ങനെയാണ്? നമ്മൾ പല ഘട്ടങ്ങളിലും പറയാറുണ്ട്, ഈ മക്കൾ ഒരു സുപ്രീം കോടതിയിലൊക്കെ ജഡ്ജ് അല്ലെങ്കിൽ ബന്ധുക്കൾ സുപ്രീം കോടതിയുടെ ഭാഗമായിട്ട് ജഡ്ജിമാരായിട്ട് എത്തുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക. പക്ഷെ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് അങ്ങനെ ആയിരുന്നില്ല. അച്ഛനും മകനും വീട്ടിലാണ്. അഭിഭാഷകൻ എന്ന രീതിയിൽ തൻ്റെ ഐഡന്റിറ്റി അത് പ്രത്യേകമാണ്. ആ ഐഡന്റിറ്റി, അഭിഭാഷകൻ എന്ന ഐഡന്റിറ്റി അത് മാറി നിൽക്കുന്നതാണ്. അത് മകന്റെ നിഴലിലോ അല്ലെങ്കിൽ അച്ഛൻ്റെ നിഴലിലോ നിൽക്കേണ്ട ഒന്നല്ല എന്ന ഒരു നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. അങ്ങനെ ഏറെ പ്രശസ്തമായ നിരവധി കേസുകളിൽ വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഭരണഘടന അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയുടെ ജീവിക്കുന്ന ആത്മാവ് എന്ന വിധത്തിലായിരുന്നു. എല്ലാ വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഭരണഘടനയുടെ ലംഘനങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ കേസ് കോടതിയിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അത്ര വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു, അഥവാ ഖണ്ഡിക്കാൻ എതിർഭാഗം ഏറെ വിഷമിച്ചിരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കുന്ന ഒന്നാണ്. ഏതായാലും
ഈ 70 വർഷത്തെ സ്തുത്യർഹമായ 7 പതിറ്റാണ്ട് നീണ്ട ആ അഭിഭാഷക വൃത്തി, ഭരണഘടനാ വിദഗ്ധൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ സേവനം അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടുകൂടി അവസാനിക്കുന്നു എന്ന ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് SK നമ്മളുള്ളത്. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എന്തായാലും നമുക്ക് നിയമവ്യവസ്ഥയ്ക്കും ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിനുമൊക്കെ തന്നെ വലിയൊരു നഷ്ടമാണ് ഫാലി എസ് നരിമാൻ്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത്.